പിന്നെ വേറെ കുറെ ആൾക്കാരൊക്കെ റിപ്ലൈ ചെയ്യുന്നു, മനുഷ്യന്മാരെ കൂടുതൽ കൂടുതൽ മടിയന്മാരാക്കാനുള്ള ടെക്നോളജീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഇതൊരു ഡെയിലി ലൈഫ് യൂസിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ്. ഇപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ ഓട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കയറി ഓട്ടോ പൈലറ്റ് ഇട്ടാല് ഇപ്പം നമ്മളെപ്പോലുള്ള ഒരാൾക്കാർ ഫോർ എക്സാമ്പിൾ ആണ് ഇപ്പൊ നമുക്ക് ഈ പോഡ്കാസ്റ്റ്, റീല്, കാര്യങ്ങൾ, സ്റ്റഡീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് എല്ലാത്തിനും നമ്മൾ മൊബൈലും ലാപ്പും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരാൾക്കാർക്ക് അല്ലെ ബിസിനസ് ഒക്കെ ഡിജിറ്റലി കൊണ്ടെടുക്കാം, ഗ്ലോബലി ഒക്കെ റൺ ചെയ്യുന്ന ഒരാൾക്കൊക്കെ ബിസിനസ് ഒക്കെ ഉള്ള ആള് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അവർക്കൊക്കെ. അവർക്ക് ഈ ഡ്രൈവിംഗ് ടൈം പറഞ്ഞാലും ഒരു ലൈബിലിറ്റി ഒക്കെ പോരാ. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ആൾക്കാർ എന്നോട് പറയും ഇലക്ട്രിക് കാർ, ഞാൻ ഒരു കാർ എന്തൂസിയസ്റ്റ് ആണ്, എനിക്ക് കാർസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ കാർ ഗൈസ് എനിക്ക് മെസ്സേജ് അയച്ച് പറയാറുണ്ട്, ടെസ്ല ഇലക്ട്രിക് കാർ, ബാറ്ററിക്ക് ഓടുന്ന കാറ്, ഒരു സൗണ്ടും ഉണ്ടാക്കില്ല. അതായത് ഈ കാർ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സൈലന്റാ, എഞ്ചിന്റെ സൗണ്ട് ഇല്ല, ഒന്നുമില്ല. നമ്മളൊരു റിമോട്ട് കൺട്രോൾ കാറൊക്കെ ഓടിക്കുമ്പോൾ എങ്ങനെയാ അതേപോലെയാണ്, ആ സൗണ്ടും ഇല്ല. എന്നിട്ട് ഇവര് കാറ് റിവേഴ്സ് ചെയ്യുമ്പോൾ ഇവര് ആർട്ടിഫിഷ്യലി ഒരു സൗണ്ട് കൊടുത്തേക്കാണ് പുറത്തേക്ക്, ആൾക്കാർക്ക് അറിയാൻ ഇങ്ങനെ ഒരു കാറ് വരുന്നുണ്ട്, കാരണം സൗണ്ട് ഇല്ലല്ലോ. അങ്ങനെ അപ്പൊ ഇതേപോലെ BMW ഓക്കെ. പക്ഷെ BMW ഞാൻ കണ്ടിരുന്ന ഒരു റീലില് അതിന്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഓക്കെ അതല്ല ടോപ്പിക്. BMW ഇതേപോലെ അവരുടെ കാറ് വൻ സൈലന്റ്, പക്ഷെ അവര് സ്പീക്കേഴ്സ് വഴി കാറിന്റെ വോയിസ് കൊടുത്ത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൗണ്ട് ഇങ്ങനെ കേൾക്കാം വണ്ടി നീങ്ങുമ്പോ. അപ്പൊ അങ്ങനെയാണ് ഈ കാർ ഉള്ളത്. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന എന്താ സംഭവം ഞാൻ മറന്നു. മടിയന്മാര്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ആൾക്കാരുണ്ട് നമ്മ കാർ ഓടിക്കുമ്പോ ആ ഒരു പാഷൻ, ആ ഒരു ഫീലിംഗ്, ആ ഗിയർ മാറ്റ, എഞ്ചിന്റെ സൗണ്ട്, ഇതൊക്കെ ഭയങ്കര അടിപൊളി ഫീഡ്ബാക്ക് അല്ലേ, ഇതൊക്കെ ഇല്ലാതെ ഈ കാറൊക്കെ ഓടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ, മിക്ക ആൾക്കാരും മിക്ക സമയത്ത് കാർ ഓടിക്കുമ്പോഴും അവര് ഒരു ജോയ് റൈഡിന് വേണ്ടിയും പ്ലഷറിന് വേണ്ടിയും അല്ല കാർ ഓടിക്കുന്നത്. അവര് A to B എത്താൻ, വർക്കിലേക്ക് പോകാൻ, വർക്കിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ, സാധനം വാങ്ങിക്കാൻ പോകാൻ, സാധനത്തിൽ നിന്ന് വീട്ടിലെത്താൻ, ട്രാഫിക്കിൽ സ്റ്റക്കായിട്ട്, അങ്ങനെയൊക്കെയാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്. ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ നാട്ടിലൊക്കെ അറിയില്ല, ട്രാഫിക്കിൽ സ്റ്റക്കായ ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് കുറച്ച് നിർത്തുന്നു. പിന്നെ ഞാൻ കോഴിക്കോടൊക്കെ വരുമ്പോ കാലൊക്കെ ഒരു വിധായി. അതെ, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കുമ്പോ അതൊന്നും പ്ലഷറോ ജോയ് റൈഡോ ഒന്നുമല്ല, അത് മെനക്കേടാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഈ കാറ് എന്ന് പറഞ്ഞാൽ ഒരു ഹെവനാ. നമ്മളെ ഓട്ടോ പൈലറ്റിൽ അങ്ങ് ഇട്ടാല് പിന്നെ നമ്മളൊന്നും അറിയണ്ട. ആകെ എന്താന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാനായിട്ടില്ല. അപ്പൊ ഇവര് നമ്മളെ കൈ ഇടക്കിടക്ക് സ്റ്റിയറിംഗിനെ വെച്ചിട്ടൊന്ന് അനക്കി കൊടുക്കാൻ പറയും. അതായത് നമ്മള് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് റോഡിനെ കാണിക്കാൻ വേണ്ടി മാത്രം, ആ ഒരു ഇതുള്ളൂ. അപ്പൊ ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ സ്റ്റക്ക് ആകുമ്പോൾ, അല്ലെങ്കിൽ ട്രാഫിക് ലൈറ്റ് ഒക്കെ കുറേ ഉള്ള റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ, അതൊക്കെയാണ് മിക്ക ആൾക്കാരുടെ ഡ്രൈവിംഗ് പാറ്റേൺസ്. അല്ലാതെ ഒരു ഫണ്ടിന് വേണ്ടി നല്ല റോഡിലൂടെ ഒക്കെ ഇങ്ങനെ ഓടിക്കുന്നതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അതെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഓട്ടോ പൈലറ്റ് ഇട്ടിട്ട് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. ഫ്യൂച്ചറിൽ ഇപ്പൊ പറ്റൂല, ഫ്യൂച്ചറിൽ ഇപ്പോഴും പറ്റും, പറ്റായിരുന്നില്ല, ലീഗലി പറ്റില്ല എന്നുള്ളൂ. സത്യത്തില് ഫോണൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നം, അത്രക്ക് റിലയബിൾ ആണ്. 95% ഓഫ് ദ ടൈമും പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും. എപ്പോഴാ അതിന് ഒരു ഇതൊക്കെ വരുന്ന പറഞ്ഞാല് നമ്മുടെ അടുത്തുള്ള ഡ്രൈവേഴ്സോ അടുത്തുള്ള കാർസോ എന്തെങ്കിലും ഒന്ന് തെറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ കാറ് പാനിക് ആവുന്ന പോലെ തോന്നുക. ടേൺസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പക്കയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കഴിയുമെങ്കിൽ, ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, പക്ഷെ എന്നാലും കഴിയുമെങ്കിൽ ഒരു ടെസ്ല കാർ ഓടിച്ചു നോക്കൂ. നിങ്ങൾ ഇത്ര കാലം ഡ്രൈവ് ചെയ്ത എല്ലാ കാറിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാറാണ് എക്സ്പീരിയൻസ്. അതെ, കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് പോലെയാണ്. പിന്നെ